ഹായ് ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗ് ടീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് സ്റ്റാഡ് പ്രോയിൽ നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുകയാണ്. നമുക്കറിയാം രണ്ട് ഫേസ് ആണ് ഡിസൈനിങ്ങിന് വരുന്നത്. ഒന്ന് അനാലിസിസ് പാർട്ട്, രണ്ടാമത്തത് ഡിസൈൻ പാർട്ട്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് നമ്മൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ലോഡൊക്കെ കൊടുത്ത് അതിന്റെ അനാലിസിസ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ അതിലെ സ്റ്റാഡിലെ എളുപ്പത്തിൽ നമ്മൾ അതിന്റെ ഡിസൈനിങ്ങിന്റെ പ്രൊസീജിയർ വെച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ഫേസും കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റാഡിന്റെ സീരീസ് കാണുന്നെങ്കിൽ നമ്മൾ രണ്ട് പാർട്ട് ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോയിലും ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് പാർട്ടുകൾ ബേസിക്കായി ആളുകൾ വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മൂന്നാമത്തെ സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കുറച്ച് സ്പീഡായിട്ട് ഞാൻ വളരെ മിനിമം വേണ്ട റിക്വയർമെന്റ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ അഡ്വാൻസ്ഡ് ആയി വരുന്നതൊക്കെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ന്യൂ പ്രോജക്റ്റ് എടുക്കുക. ന്യൂ പ്രോജക്റ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു ബിൽഡിംഗ് ആണ് നമുക്ക് വരയ്ക്കേണ്ടതെങ്കിൽ സ്പേസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്പേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പേര് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പ്രോജക്റ്റ് നെയിം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ദെൻ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് നമുക്ക് ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് അതൊരു ഫോൾഡർ ആക്കി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വരയ്ക്കേണ്ട യൂണിറ്റ് മീറ്ററിലും അതുപോലെ തന്നെ കിലോ ന്യൂട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ന്യൂ മോഡൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്പേസ് സെലക്ട് ചെയ്തു, ബിൽഡിങ്ങിന്റെ നെയിം ആ പ്രോജക്റ്റിന്റെ നെയിം കൊടുത്തു, എവിടെയാണ് സേവ് ചെയ്യേണ്ടത് പരമാവധി ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു സ്റ്റാഡിന്റെ ഫയൽ എന്ന് പറഞ്ഞാൽ ഒപ്പം അതിന്റെ കൂടെ ബാക്കപ്പ് ഫയലുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഫോൾഡറിലാക്കി വെച്ചാൽ അത് വളരെ നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോൾഡറിലാക്കി ദെൻ മീറ്ററിൽ യൂണിറ്റ് സെറ്റ് ചെയ്തു, വെയിറ്റ് ഒക്കെ ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ കിലോ ന്യൂട്ടൺ സെലക്ട് ചെയ്തു. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. സോ ദെൻ തുടർന്ന് വരുന്ന ഇതിലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഓൾറെഡി ഉള്ള ജോമെട്രി ഒക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ സ്ട്രക്ചർ വിസാർഡ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ജോമെട്രി വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആഡ് ബീം എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫിനിഷ് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു ബിൽഡിംഗ് നമുക്കൊരു സ്റ്റാഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജോമെട്രി വരയ്ക്കൽ തന്നെയാണ്. നമുക്ക് ആ ബിൽഡിങ്ങിന്റെ പ്ലാനിലൊക്കെ ഫൈനലൈസ് ചെയ്ത പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ സെൻട്രൽ ലൈൻ ഡയഗ്രം വരച്ചെടുക്കും ഓട്ടോകാഡിൽ. ദെൻ സെൻട്രൽ ലൈൻ ഡയഗ്രം ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ സെൻട്രൽ ഡയഗ്രം നമ്മൾ ഇതിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് DX ഫയലായിട്ട് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളത് വരച്ചെടുക്കണം. നമുക്കറിയാം സ്റ്റാഡിലെ നോഡ് ആൻഡ് ബീം സിസ്റ്റം ആണ് നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പൊ അതെങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ സെക്കൻഡ് പാർട്ടിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വാച്ച് ചെയ്യുക. നമ്മളിപ്പോ ജോമെട്രി വരച്ച് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നമുക്കിപ്പോ ഓൾറെഡി സ്റ്റാഡിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ജോമെട്രി എടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ജോമെട്രി വരയ്ക്കാൻ അറിയാത്തവര് സെക്കൻഡ് പാർട്ട് സ്റ്റാഡിന്റെ സെക്കൻഡ് പാർട്ട് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് എങ്ങനെയാണ് നോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ നോഡ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു ബിൽഡിംഗ് എങ്ങനെ ജോമെട്രി വരയ്ക്കാം, അതിന്റെ അടുത്ത ഫ്ലോർ എങ്ങനെ വരയ്ക്കാം, അതൊരു ട്രാൻസ്ലേഷൻ റിപ്പീറ്റ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് ജോമെട്രി വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ കിട്ടാൻ നമുക്കൊരു സ്റ്റാഡിൽ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ സ്റ്റാഡിന്റെ നമുക്ക് വിസാർഡ് ഓപ്പൺ വിസാർഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ഓപ്പൺ വിസാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ അത് നമുക്ക് ഇവിടെ ജോമെട്രിയിൽ ജോമെട്രിയിൽ നമുക്ക് ഓപ്പൺ വിസാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. എനിക്ക് സ്ക്രീന് ഒന്ന് ഞാൻ വലുതാക്കി തരാം. ഓക്കെ, സോ ഇതിന്റെ താഴെ കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റാഡിന്റെ താഴെ ഇതിന്റെ ഒരു പ്രൊസീജിയർ ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത് ഡ്രോ ജോമെട്രി. ദെൻ രണ്ടാമത് നമ്മൾ ജനറൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. ജനറൽ ഡീറ്റെയിൽസിൽ വെച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് കണ്ടീഷൻസും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കുക. ദെൻ ലോഡ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റൺ ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ അനാലിസിസ് പാർട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നമുക്ക് ജോമെട്രി കിട്ടാനായിട്ട് നമ്മൾ ജോമെട്രി എന്നുള്ള ടാബ് എടുത്തതിന് ശേഷം അതിൽ നമുക്ക് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൾറെഡി പറഞ്ഞിരുന്നു ഞാൻ. നമ്മളിപ്പോ റൺ സ്ട്രക്ചർ വിസാർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റാഡിൽ കുറച്ച് മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ട്രസ്സിനായിക്കോട്ടെ ബിൽഡിങ്സിനായിക്കോട്ടെ കുറെ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത മോഡൽ നമ്മൾ എടുക്കുകയാണ്. വരയ്ക്കാനായിട്ട് നമ്മളിപ്പോ സമയം കളയുന്നില്ല. അപ്പൊ നമ്മളിതിൽ ഓൾറെഡി ട്രസ് മോഡൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് ഫ്രെയിം മോഡൽസ് ആയതുകൊണ്ട് നമ്മൾ ഫ്രെയിം മോഡൽ സെലക്ട് ചെയ്തു. അതിലാദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്യണം. ഇവിടെ ഓൾറെഡി ഇപ്പോൾ 12 മീറ്റർ ലെങ്ത്തും 15 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ വേണേൽ എഡിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഫ്ലോർ ഹൈറ്റും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫ്ലോർസ് ഒക്കെ വേണേൽ കുറയ്ക്കാം. നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല തൽക്കാലം. അവർ ചെയ്തിട്ടുള്ള ഈ പറയുന്ന അത് നമ്മൾ അപ്ലൈ കൊടുത്തുകൊണ്ട് ഇൻസേർട്ട് ചെയ്യാണ്.
നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഗ്രിഡ് ഡയമെൻഷൻസ് ഒക്കെ അറിയുമെങ്കിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ സിസ്റ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മളൊക്കെ സാധാരണ ഞാനൊക്കെ ചെയ്യുക അത് ഓരോ ഫ്ലോർ വൈസ് വരച്ചിട്ട് എടുക്കാറ് പതിവ്. കാരണം അതിൽ എക്സ്ട്രാ ബീംസും കാര്യങ്ങളൊക്കെ ഓരോ ഫ്ലോറിൽ ഉണ്ടെങ്കിൽ നമുക്കത് കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഓരോ ഫ്ലോർ വൈസ് ജോമെട്രി വരയ്ക്കുകയാണ് എപ്പോഴും ബെസ്റ്റ്. ഓക്കെ, നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ ബിൽഡിംഗ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതൊരു ബിൽഡിംഗ് ഇൻസേർട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മളതിൽ നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് അത് കൊടുക്കുകയാണ്. ജനറേറ്റ് മോഡൽ എന്നുള്ളവർക്ക് ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക. ഇപ്പൊ ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ XYZ കോർഡിനേറ്ററിൽ നമുക്ക് എവിടെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ XYZ 00 ഒറിജിനൽ തന്നെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 000 എന്ന് ടൈപ്പ് ചെയ്ത് ഓൾറെഡി കിടക്കുന്നുണ്ടാവും. അതിൽ വല്ല വാല്യൂസ് മാറിയിട്ടുണ്ടെങ്കിൽ 0ലേക്ക് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ദെൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഗ്രിഡ്, നമ്മുടെ ഈ വരച്ച ജോമെട്രി, ഓൾറെഡി ഉള്ള ജോമെട്രി നമ്മുടെ 00 ഗ്രിഡ് ബേസ് ചെയ്ത് അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, XYZ Y ആണ് ടോപ്പിലേക്ക്, XZ പ്ലെയിനിലാണ് ബിൽഡിംഗ് ഇരിക്കുന്നത്, Y മേലോട്ട് ഹൈറ്റ്. ഇത്രയാണ് നമുക്ക് ജോമെട്രി. ഗ്രിഡ് നമുക്ക് ഇനി ആവശ്യമില്ല. ഇവിടെ ഗ്രിഡ് നമുക്ക് സ്നാപ്പ് നോട്ട് ബീം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് നമുക്ക് പോയി കിട്ടും. അതായത് ജോമെട്രി നമ്മൾ വരച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഫേസ് ആയ ഡ്രോ ജോമെട്രി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോവാണ്. ജനറൽ കാറ്റഗറിയിൽ നമ്മൾ താഴെ പറഞ്ഞ രീതിയിൽ ജനറൽ ആദ്യം ചെയ്യേണ്ടത് സപ്പോർട്ട് കൊടുക്കുകയാണ്. സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇത് ജനറൽ ഇവിടെ സപ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, അത് എടുത്തു. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സപ്പോർട്ട്. ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് ഉണ്ട്, പിന്നെ പിന്നീട് റോളറൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബിൽഡിങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും കൊടുക്കുക. എല്ലാ മൂവ്മെന്റും അത് റെസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് എടുത്തു, ആഡ് കൊടുത്തു. ഈ ആഡ് നമുക്ക് ഈ ഫിക്സ്ഡ് നമുക്ക് എല്ലാ കോളത്തിന്റെ താഴെ നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യൂസ് ഇതിൽ മാറ്റാം. നമുക്ക് ഇവിടെ ഈ വ്യൂവിലായിരിക്കും എപ്പോഴും ബിൽഡിംഗ് എടുക്കുന്നുണ്ടായിരിക്കാം. നമ്മളൊരു സൈഡ് വ്യൂ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കറിയാം നോഡ് സെലക്ടർ ബീം സെലക്ടർ ഇവിടെ ഉണ്ട് അല്ലെ. നമ്മൾ നോഡ് സെലക്ടർ എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സപ്പോർട്ട് നമുക്ക് ഇവിടെ താഴെയുള്ള നോട്ട്സിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ബോക്സ് വരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോട്ട്സും കണ്ടോ, ഏറ്റവും താഴെ എല്ലാ നോട്ട്സും സെലക്ടഡ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അസൈൻ ടു സെലക്ടഡ് നോട്ട്സ് അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫിക്സിറ്റി എല്ലാ നോഡിന്റെ താഴെയും വന്നിട്ടുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ സേവ് ചോദിക്കും, നമ്മൾ സേവ് യെസ് കൊടുത്തേക്കുക കേട്ടോ. നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രോപ്പർട്ടീസ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടത്. പ്രോപ്പർട്ടി കൊടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് എടുക്കാം. ആദ്യം നമുക്ക് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യണം. നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സെക്ഷൻ ഡാറ്റാബേസ് എന്നുള്ള സംഭവം കാണാം. അതായത് സ്റ്റീൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഇതിൽ സെക്ഷൻസ് ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് നേരെ അതിലേക്ക് അസൈൻ ചെയ്താൽ മതി. നമുക്കിപ്പോൾ റെക്ടാങ്കുലർ ആയതുകൊണ്ട് നമുക്കത് നേരെ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റും. സ്റ്റീലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സെക്ഷൻ ഡാറ്റാബേസ് ഇതിന്റെ ലൈബ്രറിയിലുള്ള പ്രോപ്പർട്ടി നമുക്ക് അതിലേക്ക് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം പിന്നീടുള്ള വീഡിയോസിൽ. നമുക്കിപ്പോൾ റെക്ടാങ്കുലർ ആയിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ബീംസിനൊക്കെ നമുക്കൊരു 23x40 സെന്റിമീറ്ററുള്ള ഇത് കൊടുക്കാം. അതായത് 40 ഡെപ്ത് ആയതുകൊണ്ട് YD എന്നുള്ളടത്ത് 0.40 കൊടുക്കുന്നു. ZD 0.23 ആണ് നമ്മൾ അതിന്റെ ZD കൊടുക്കുന്നത്. ഇതൊരു ബീമിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മെറ്റീരിയൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് കോൺക്രീറ്റ് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ദെൻ കോളംസിനൊക്കെ നമുക്കൊരു 0.5x3 അങ്ങനെ കറസ്പോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് എക്സ്പീരിയൻസ് ആയ ആളുകളാണെങ്കിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കാം. ഇനി കോളംസിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈസ് നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതൊക്കെ ഡിസൈൻ സ്റ്റേജിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് അതിന്റെ സെൽഫ് ആയിട്ട് എടുക്കാനായിട്ട് കോളത്തിലും അതുപോലെ തന്നെ ബീമിലും ഒരു പ്രോപ്പർട്ടി ഒരു സൈസ് നമ്മൾ കൊടുക്കുകയാണ്, ബീമിനും കോളത്തിനും കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്ന റിലേറ്റഡ് വാല്യൂവിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇപ്പൊ ഏറ്റവും ആദ്യമുള്ളത് ബീമാണ്. അതിൽ നമുക്ക് പിന്നീട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വൺസ് കൊടുത്തെങ്കിലും മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ആദ്യത്തെ ബീംസ് നമ്മൾ അസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സെലക്ട് എന്നുള്ളടത്ത് ബീംസ് പാരലൽ ടു എക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബീംസ് പാരലൽ ടു സെഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത എല്ലാ ബീംസും സെലക്റ്റഡ് ആയി. നമുക്കിത് അസൈൻ ടു സെലക്റ്റഡ് ബീംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ ബീംസിലേക്കും R1 എന്ന് പറഞ്ഞത് പ്രോപ്പർട്ടി അസൈൻഡ് ആയി. നെക്സ്റ്റ് കോളത്തിനാണ് രണ്ടാമത്തെ സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ടില് ബീംസ് പാരലൽ ടു Y എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം എല്ലാ കോളംസ് സെലക്റ്റഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, അസൈൻ ടു സെലക്ട് ബീംസ് കൊടുത്താൽ നമുക്കതും വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർട്ടി കൊടുത്തു. നെക്സ്റ്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റേജ് അതിന്റെ എന്താണ് ലോഡ്സ് കൊടുക്കുക. പ്രോപ്പർട്ടി ആയി കൊടുത്തു കഴിഞ്ഞാൽ ലോഡ്സ് ആണ് ഇനി കൊടുക്കേണ്ടത്. സോ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള ലോഡാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഡെഡ് ലോഡും ലൈവ് ലോഡും.
ബിൽഡിങ്ങിന്റെ തന്നെ ഇറ്റ്സ് ഓൺ വെയിറ്റ് ആണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. നമ്മൾ ആളുകളുടെ വെയിറ്റും മറ്റ് ഫർണിച്ചേഴ്സിന്റെ മറ്റ് മൂവബിൾ പാർട്സിന്റെ വെയിറ്റ് ആണ് ലൈവ് ലോഡ് എന്ന് പറയാം. ഇനിയും ഒത്തിരി തരത്തിൽ ലോഡുകളുണ്ട്, വിൻഡ് ലോഡ് ഉണ്ട്, എർത്ത് ക്യൂക്ക് ലോഡ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ലോഡുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു ബേസിക് വീഡിയോ ആയതുകൊണ്ട് ഡെഡ് ലോഡ് ലൈവ് ലോഡും മാത്രമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇനി 10 മീറ്ററിന് എബോവ് വരുന്ന ബിൽഡിങ്സിനൊക്കെ നമ്മൾ നമ്മുടെ വിൻഡ് ലോഡ് കൂടി കൺസിഡർ ചെയ്യണം. ഇനി എർത്ത് ക്യൂക്ക് അതായത് എർത്ത് ക്യൂക്കിന് സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ എർത്ത് ക്യൂക്ക് ലോഡും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും വിൻഡ് ലോഡും എർത്ത് ക്യൂക്കും ഒരുമിച്ച് നമുക്ക് ഒരു ബിൽഡിങ്ങിൽ കൊടുക്കാറില്ല. കാരണം എന്താ, ഇത് രണ്ടും ലാറ്ററൽ ലോഡുകളാണ്. നമുക്ക് ഡെഡ് ലോഡും ലൈവ് ലോഡും വെർട്ടിക്കലി ഡൗൺവേർഡ് ഉള്ള ഫോഴ്സ് ആണ്. എന്നാൽ വിൻഡ് ലോഡും അതുപോലെ എർത്ത് ക്യൂക്ക് ലോഡും ലാറ്ററൽ ലോഡാണ്. അത് നമ്മൾ ഏതെങ്കിലും ഒന്നാണ്, നമ്മൾ ഏതാണ് മാക്സിമം വരുന്ന കണ്ടീഷൻ അതിനനുസരിച്ച് നമ്മൾ വിൻഡ് ലോഡ് അല്ലെങ്കിൽ എർത്ത് ക്യൂക്ക് ലോഡ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്റ്റേഡിൽ നമ്മൾ ലോഡ്സ് ആൻഡ് ഡെഫിനിഷൻ എന്നുള്ള ടാബ് എടുക്കുക. അതിനുശേഷം അതിൽ രണ്ടാമത്തെ ലോഡ് കേസ് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നമ്മൾ ആഡ് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് ഒന്നാമത്തെ ഡെഡ് ലോഡാണ്. അപ്പം നമ്മൾ DL എന്നാണ് ഡെഡ് ലോഡിന് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ലോഡിംഗ് ടൈപ്പിൽ നമ്മൾ ഡെഡ് ലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നമ്മൾ ആഡ് കൊടുക്കുക. ഈ രണ്ടാമത്തെ ലൈവ് ലോഡാണ്. നമ്മൾ LL എന്ന് കൊടുത്തതിന് ശേഷം ലൈവ് ലോഡ് സെലക്ട്. ഇവിടെ നോക്കി നിങ്ങൾ ഒത്തിരി ടൈപ്പ് ലോഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് സ്നോ ലോഡ്, ഫ്ലൂയിഡ് ലോഡ്, സോയിൽ ലോഡ് ഒക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ലൈവ് ലോഡാണ് രണ്ടാമത്തെ ആഡ് കൊടുത്തു. മെയിനായിട്ട് ഈ 2 ലോഡ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ വരച്ച ജോമെട്രി 10 മീറ്ററിന് എബോ ഉള്ളതാണ്. നമ്മൾ വിൻഡ് ലോഡ് കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. വിൻഡ് ലോഡിന് മാത്രം ഞാൻ ട്യൂട്ടോറിയലായിട്ട് ഞാനത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെഡ് ലോഡ് ലൈവ് ലോഡ് നമ്മൾ 2 ലോഡ് കേസ് ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി ഡെഡ് ലോഡിനുള്ള എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ വേർഡ് ഫയൽ നോക്കുകയാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് സെൽഫ് വെയിറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് വരച്ചു, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് കാണണമെങ്കിൽ ഇവിടെ ഒരു പിരമിഡിന്റെ ഓപ്ഷൻ ഉണ്ട്, 3D റെൻഡേഡ് വ്യൂ. അത് എടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് നമ്മൾ വരച്ച ബിൽഡിംഗ് കാണാം. നമ്മളിപ്പോൾ ഡെഡ് ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ സെൽഫ് വെയിറ്റ് ആണ്. നമുക്ക് ആഡ് എന്നുള്ളത് എടുക്കാം. എവിടെ ആഡ് എന്നുള്ളത് ഇടയ്ക്ക് സേവ് ചോദിക്കുന്നുണ്ട്, ഞാൻ എസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. ഡെഡ് ലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് കൊടുക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് ആദ്യം കിടക്കുന്നുണ്ട് സെൽഫ് വെയിറ്റ് എന്നുള്ളത്. അതിലൊന്നും ചെയ്യേണ്ട, വൈ ഡയറക്ഷനിലാണ്, താഴോട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. -1 കൊടുക്കണം. ഓൾറെഡി കിടക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ആഡ് കൊടുത്ത് ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സെൽഫ് വെയിറ്റ് എന്ന് വന്നിട്ടുണ്ടാവും. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നുള്ളതിന്റെ മീനിങ് അത് അസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്ന് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കൈയോടെ തന്നെ സെലക്ട് ചെയ്തിട്ട് അസൈൻ ടു വ്യൂ കൊടുക്കുക. കംപ്ലീറ്റ് സ്ട്രക്ചറിലേക്ക് അസൈൻ ആയിക്കോട്ടെ. ബീമൊന്നും കോളത്തൊന്നും സെപ്പറേഷൻ ഒന്നും വേണ്ട. കംപ്ലീറ്റ് മെമ്പേഴ്സ് നമ്മൾ സെൽഫ് വെയിറ്റ് അസൈൻ ചെയ്തു. അതായത് നമ്മളിപ്പോൾ വരച്ച പ്രോപ്പർട്ടി സൈസിലുള്ള കോളത്തിന്റെ ബീമിന്റെ ഒക്കെ വെയിറ്റ് താഴോട്ട് ആക്ഷൻ ആയി നടത്തും. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഡെഡ് ലോഡ്, അടുത്ത് കൊടുക്കേണ്ടത് ബീം, നമ്മുടെ വാളിന്റെ ലോഡൊക്കെയാണ്. നമുക്ക് നോക്കാം. ഇവിടുത്തെ നമ്മൾ സെൽഫ് വെയിറ്റ് കൊടുത്തു. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് സ്ലാബിന്റെ വെയിറ്റ് ആണ്. നമുക്ക് ആദ്യം വോള് കൊടുത്തിട്ട് നമുക്ക് സ്ലാബ് കൊടുക്കാം. ഓക്കെ, നമുക്ക് വോളിലോട് ഇങ്ങനെ കൊടുക്കുക വെച്ചാൽ ബ്രിക്കിന്റെ ഒരു വസ്തുവിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡെൻസിറ്റി വേണം. ഡെൻസിറ്റി സാധാരണ ബ്രിക്ക് മാസൻട്രിയുടെ പറയാം 20 അല്ലെങ്കിൽ 19 ഒക്കെയാണ് പറയാ, ബേസ്ഡ് ഓൺ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും. അപ്പൊ നമുക്ക് തൽക്കാലം 20 എടുക്കാം. 20 kN/m³ ആണ്. ഓക്കെ, നമുക്കത് സാധാരണ വോളിലോട് നമ്മൾ കൊടുക്കുക UDL ആയിട്ടാണ്. UDL നിങ്ങൾക്ക് അറിയാലോ, ഒരു ഇങ്ങനെ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഓരോ ബീംസിന്റെ മേലെ നമ്മൾ വോളിലോട് കൊടുക്കുക. അപ്പോൾ UDLന്റെ യൂണിറ്റ് നമുക്കറിയാം kN/m ആണ്. UDLന്റെ ലോഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഡെൻസിറ്റി കയ്യിലുണ്ട്. ഡെൻസിറ്റി നമുക്ക് അത് 20 kN/m³ ആണ്. നമുക്കത് kN/m ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊച്ചാൽ അറിയാം, 2 വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. m³ മാറിയിട്ട് മീറ്റർ ആവണമെങ്കിൽ 2 വാല്യൂനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ വാല്യൂസ് ഇതൊക്കെയാണ്. ഒന്ന് ആ ചുമരിന്റെ തിക്നെസ്, വോളിന്റെ തിക്നെസ് നമ്മൾ 23 സെന്റിമീറ്റർ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് വോളിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് നമ്മൾ 3 മീറ്റർ ആണ് തൽക്കാലം ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളിപ്പോൾ കൊടുത്തതിൽ 3 മീറ്റർ ആണ് ഒരു ഫ്ലോർ ടു ഫ്ലോർ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 2 വാല്യൂസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബ്രിക്ക് ലോഡ് എന്ന് പറയുന്നത് 20, അതുപോലെ തന്നെ 0.23 നമ്മുടെ വോൾ തിക്നെസ്, ദെൻ 3 മീറ്റർ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 13.8 kN/m എന്ന് കിട്ടും. അത് UDLന്റെ യൂണിറ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ UDL കൊടുക്കുമ്പോൾ എപ്പോഴും kN/m അല്ലേ നോക്കണം. അപ്പൊ ഡെൻസിറ്റിയെ കൊണ്ട് 2 വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് അങ്ങനെ വരിക എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ 13.8 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കൊടുക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ വോളോട് കൊടുക്കുമ്പോൾ വോൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം ഇപ്പൊ അങ്ങനെ സെലക്റ്റീവായിട്ട് കൊടുക്കാൻ നമുക്ക് ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ബീംസിലും ഒരു വോളോട് കൊടുക്കുകയാണ്. ഇപ്പൊ റോളിംഗ് ഷട്ടർ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വോളോട് കൊടുക്കണമെന്നില്ല. അപ്പൊ നമ്മളവിടെ സെലക്റ്റീവ് ആയിട്ട് ഓരോ ഫ്ലോർ വൈസ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഏറ്റവും മേലെ പാരപ്പറ്റിന് വേണേൽ ലോഡ് കൊടുക്കാം വേണമെങ്കിൽ. ഓക്കെ, പാരപ്പറ്റിന്റെ ലോഡ് ഇതുപോലെ തന്നെ 20 ഇൻറ്റു പാരപ്പറ്റ് വോളിന്റെ തിക്നെസ് എത്രയാ, ഒരു 15 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഹൈറ്റ് 3 മീറ്റർ ഉണ്ടാവുമോ? ഇല്ല, ഒരു 1 മീറ്റർ 1.2 മീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് പാരപ്പറ്റിന്റെ ലോഡും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും മേലെ പാരപ്പറ്റും
യൂഡിയലായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ത് വേണേലും നമുക്ക് യൂഡിയലോട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എന്തൊക്കെ ബില്ലിങ്ങിന് വരുന്നുണ്ടെന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ഈ ഡെഡ് ലോഡിൽ നമ്മൾ ആഡ് കൊടുക്കുകയാണ്. ഈ ആഡ് കൊടുത്ത വരുന്ന വിൻഡോയിൽ നമുക്ക് യൂഡിയിൽ എങ്ങനെ എടുക്കാൻ നോക്കാം. മെമ്പർ ലോഡിലാണ് കിടക്കുന്നത് യൂഡിയിൽ. ഓക്കെ, മെമ്പർ ലോഡിൽ നമ്മൾ ആദ്യം കിടക്കുന്നതിന് എന്താണ്, യൂണിഫോം ഫോഴ്സ് ആണ്, യൂഡിയിലാണ്. നമുക്കിപ്പോൾ -13.8 നമുക്ക് ടൈപ്പ് ചെയ്യാം. എന്താ മൈനസ് കൊടുത്തതെന്ന് ഞാൻ പറയണ്ടല്ലോ, താഴോട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് -13.8 എന്നുള്ള കൊടുത്തിട്ടുള്ളത്. ഞാൻ ആഡ് കൊടുക്കുകയാണ്. ഈ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ആവണമെന്നില്ല. പിന്നെ നമ്മൾ ഓരോ സെക്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഇനി പാരപ്പറ്റ് ലോഡ് കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ എല്ലാം ഒരു വോളോട് ഒരു കോമൺ ആയിട്ട് ആഡ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ട് അതിനർത്ഥം എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് എല്ലാ ബീംസിലേക്കും കോമൺ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ബീംസിന്റെ മേലെ വോൾ ഉണ്ടെന്നുള്ള അസംഷനിൽ നമുക്ക് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് എടുത്തതിന് ശേഷം ബീംസ് പാരലൽ ടു എക്സും അതുപോലെ തന്നെ സെലക്ടിൽ ബീംസ് പാരലൽ ടു സെഡ് എന്നുള്ള സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഈ പറയുന്ന വോളോട് നമ്മൾ അസൈൻ ടു സെലക്റ്റഡ് ബീംസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അസൈൻ കൊടുക്കുകയാണ്. കംപ്ലീറ്റ് എല്ലായിടത്തും ഇത് വന്നിട്ടുണ്ട്. നമുക്കൊരു കളർ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ സ്കെയിൽ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അതിന് നിങ്ങൾക്ക് അറിയാം സിമ്പിൾസ് ആൻഡ് ലേബിൾസ് ഏരോ മാർക്ക് കാണുന്നുണ്ട്. സിമ്പിൾസ് ആൻഡ് ലേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോഡുകളുടെ നമ്പർ ഓൺ ആക്കിയുടെ ഓപ്ഷൻ ഉണ്ട്. നോഡ് നമ്പർ ഓൺ ആക്കിയുടെ ഓപ്ഷൻ ഉണ്ട്. ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോട്ടാ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതിന്റെ സ്കെയിൽസ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ഫോഴ്സ് എന്നുള്ളത് നമുക്ക് 3000 എടുക്കുന്നത് അതൊരു 500 ആക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടോ നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്ത് നോക്കിയാൽ അപ്ലൈ ഇമ്മീഡിയറ്റ്ലി ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കുറേശ്ശെ കാണാം. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒന്നും കൂടി അതിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കി കാണണം എന്നുള്ളവർക്ക് ഇട്ടാ സ്കെയിലിൽ നമുക്കിത് ഒരു 50 ആക്കി വെറുതെ കൃത്യമായിട്ട് നമ്മൾ എല്ലാ വോൾസിലും ഇടപെത്തികളിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എവിടേക്കും വോൾ ഉണ്ടോ അവിടെ മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ ഒരു സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട് ഞാൻ എല്ലായിടത്തും കൊടുത്തിരിക്കുകയാണ്. ഇനി പലർക്കും കൺഫ്യൂഷൻ പറയാറുണ്ട്, നമുക്ക് ഇടയിലൊരു ഭിത്തിയിൽ ഓരോ ഫ്ലോർ വൈസ് കൊടുത്തൂടെ എന്നുള്ളത്. കൊടുക്കാം. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഓരോ ഫ്ലോർ വൈസ് നമുക്ക് എടുത്ത് നോക്കണം. അതിനാണ് നമുക്ക് കട്ട് സെക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. അത് ഞാൻ പഠിപ്പിക്കുകയാണ്. ഇതാണ് കട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. മൗസ് പോയിന്റർ ശ്രദ്ധിക്കുക. ഈ കട്ട് സെക്ഷൻ എടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഈ താഴത്തെ നില നമുക്ക് മാത്രം കാണണമെങ്കിൽ എക്സെഡ് പ്ലെയിനിലാണ് എടുക്കുന്നത് അല്ലെ. അത് എടുത്തതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു നോഡ്, ഇപ്പൊ 6ാമത്തെ നോഡാണെന്നൊക്കെ അറിയാം. ഇവിടെ ഒരു നോഡ് 6 കാണുന്നുണ്ട്, അല്ലെങ്കിൽ 36 ആയിക്കോട്ടെ. ഈ 6ാമത്തെ നോഡ് ഒരെണ്ണം ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തെങ്കിൽ ആ ഫ്ലോർ മാത്രം കട്ട് ചെയ്ത് വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി സെലക്ട് ചെയ്തിട്ട് ഓരോ സെക്ഷൻ വൈസ് നമുക്ക് കൊടുക്കാം. അത് വെർട്ടിക്കൽ ആയിക്കോട്ടെ ഹൊറിസോണ്ടൽ ആയിക്കോട്ടെ കട്ട് സെക്ഷൻ വഴി നമുക്ക് മുറിച്ചെടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി എല്ലാം കൂടി പോയി എന്ന് ചോദിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടെ വോൾ സ്ട്രക്ചർ ഡിസ്പ്ലേ വോൾ സ്ട്രക്ചർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. കംപ്ലീറ്റ് ബിൽഡിങ് തനിയെ വന്നോളും. അപ്പൊ നമ്മൾ ബ്രിക്ക് ലോഡ് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് 3ാമത്തെ ലോഡ് അതിന്റെ സ്ലാബിന്റെ ലോഡാണ്. ഡെഡ് ലോഡ് ഓഫ് സ്ലാബ്. നിങ്ങൾക്കറിയാം കോൺക്രീറ്റിന്റെ യൂണിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അത് kN per meter ക്യൂബിൽ 25 kN per meter ക്യൂബിലാണ് ഡെൻസിറ്റി. നമ്മൾ ഡെഡ് ലോഡ് എപ്പോഴും കൊടുക്കുക ഫ്ലോർ ലോഡ് ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, ഫ്ലോർ ലോഡിന്റെ യൂണിറ്റ് kN per meter സ്ക്വയർ ആണ് ഫ്ലോർ ലോഡ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് എന്തോ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്ന ഉറപ്പായി അല്ലെ. kN meter ക്യൂബ് മാറി മീറ്റർ സ്ക്വയർ ആക്കണം. അപ്പൊ നമ്മൾ ഫ്ലോർ ലോഡ് എടുത്തു. നമ്മൾ സാധാരണ 12 സെന്റിമീറ്റർ ഡെപ്ത് ആണ് വെറുതെ അസ്യൂം ചെയ്യുക സ്ലാബിനൊക്കെ കേട്ടോ. ഒരു കൊമേഴ്ഷ്യൽ ബില്ലൊക്കെയാണ് 11.5 12 സെന്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. വീടുകൾക്ക് 10 ഒക്കെയാണ്. ഇപ്പൊ അതൊക്കെ കൂട്ടി കൊടുത്തു തുടങ്ങി. സോ നമുക്ക് 25 × 0.12 കൊടുത്താൽ 3 kN per meter സ്ക്വയർ എന്നുള്ള ഫ്ലോർ ലോഡ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡെഡ് ലോഡ് എടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലോർ ലോഡ് ഉണ്ട്. ഫ്ലോർ ലോഡിൽ നമുക്ക് -3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഫ്ലോർ ലോഡ് എപ്പോഴും കൊടുക്കുമ്പോൾ അതിന്റെ റേഞ്ച് വൈലുള്ള റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് കൊടുക്കാം. ഇപ്പൊ 0 to എത്രയാണ് ബില്ലിന്റെ ഹൈറ്റ് 12 ആണ്, ഒരു 15 ഒക്കെ കൊടുക്കാം. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഇത് ഓട്ടോമാറ്റിക്കലി വരത്തുള്ളൂ. എന്താ ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ ഇത് ആഡ് കൊടുത്തതിന് ശേഷം നോക്കിയാൽ നമുക്ക് അറിയാം ഇത് ഓട്ടോമാറ്റിക്കലി അസൈൻഡ് ആണ് എന്ത് ഈ പറയുന്ന ഫ്ലോർ ലോഡ്. അല്ലാതെ നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ പറയുന്ന 0 to 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അസൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോ ഈ താഴത്തെ നിലയിൽ നമുക്ക് ഈ നിലയിൽ ഇത് പറഞ്ഞ ലോഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇത് 0 നിന്ന് നമുക്ക് 3 മീറ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലോർ വരുന്നത് അല്ലെ. ഈ ഫ്ലോറിൽ നമുക്ക് ഈ ഡെഡ് ലോഡ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ റേഞ്ച് 0 എന്നുള്ള മാറ്റിയിട്ട് ഒരു 3 കഴിഞ്ഞിട്ട് 4 അങ്ങനെയുള്ള വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഞാൻ 4 4 ടൈപ്പ് ചെയ്ത് കൊടുത്ത്
ചേഞ്ച് കൊടുത്തു നോക്കിയേ, ആ ഫ്ലോറിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ എല്ലാ ഫ്ലോറിലും വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ 0 തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. വൈ റേഞ്ചിൽ ഞാൻ 0 ആക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ എല്ലാ ഫ്ലോറിലും നമുക്കത് ആവശ്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തു. ഇപ്പൊ ഏതാണ് റേഞ്ച് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എക്സും സെഡ് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആ റേഞ്ചിനുള്ളിലാണ് എന്ത് പറയാ ഈ പറയുന്ന ഫ്ലോറിലൂടെ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി 1 വേ ഡിസ്ട്രിബ്യൂഷൻ 2 വേ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. 1 വേ സ്ലാബുകൾ ഉണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 വേ സ്ലാബ് ആയിട്ട് വരും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ടോപ്പ് വ്യൂ നോക്കി കാണാം. ഇവിടെ നമുക്ക് ഈക്വൽ സൈസുള്ള റൂം ആയതുകൊണ്ടാണ് ഇങ്ങനെ എക്സ് പോലെ വന്നിട്ടുള്ളത്. അല്ല അൺഈക്വൽ റെക്ടാങ്കിൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ട്രപ്പിസോയിലും ട്രയാങ്കിൾ ഷേപ്പിലൊക്കെയാണ് അറിയാം 2 വേ സ്ലാബിന്റെ ലോ ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇപ്പൊ നമുക്കൊരു സ്ക്വയർ റൂംസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈക്വലി എക്സ് പോലെ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകം പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലവർ പറയും സ്ലാബ് നമുക്ക് എങ്ങനെ പ്ലേറ്റ് ആയിട്ട് കൊടുത്തുകൂടെ ചോദിക്കും. പ്ലേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 വേ ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. അപ്പൊ 2 വേ ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെങ്കിൽ എപ്പോഴും ഫ്ലോർ ലോഡ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇനി ലൈവ് ലോഡ് ആയിട്ട് കൊടുക്കേണ്ടത്, ലൈവ് ലോഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ലൈവ് ലോഡ് കിട്ടുക 875 പാർട്ട് 2 ബിൽഡിങ്ങിന്റെ യൂസേജിനനുസരിച്ചിട്ട് ഓരോ ഏരിയയിലും ഏതൊക്കെ ലൈവ് ലോഡ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഒരു 3 കിലോമീറ്റർ സ്ക്വയർ ഫ്ലോർ ലോഡാണ് കേട്ടോ, അതുകൊണ്ടാണ് സ്ക്വയർ വരുന്നത്. നമുക്ക് അങ്ങനെ കൊടുക്കാം. ലൈവ് ലോഡ് എടുക്കുക, ആഡ് കൊടുക്കുക. നമുക്ക് ഈ പറയുന്ന ഫ്ലോർ ലോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, -3 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തതിന് ശേഷം റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്ത് ഞാൻ ആഡ് കൊടുക്കുകയാണ്. നമുക്കിത് ലൈവ് ലോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഡെഡ് ലോഡിൽ നമുക്കിത് ടൈൽ ഫിനിഷ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ടൈൽ ഇടുന്ന ഏരിയകളൊക്കെ നമുക്ക് 1 kN/m² എന്നുള്ള ഫ്ലോർ ലോഡ് ടൈൽ ഫിനിഷിന് വേണ്ടി കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ നമുക്ക് ഡെഡ് ലോഡ് ഉണ്ടെങ്കിൽ വെച്ചാൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ വീണ്ടും എത്ര വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അത് കൊടുക്കാം. അപ്പൊ അതോടെ നമ്മുടെ ലോഡ്സ് ജനറൽ ആയിട്ട് 2 ലോഡ് കൊടുത്തു. ഇനി ചെയ്യേണ്ട ലോഡ് കോമ്പിനേഷൻ ആണ്. നമുക്കറിയാം ഇപ്പോഴും നമ്മൾ ലിമിറ്റഡ് ഡിസൈനിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ലോഡ് നമ്മൾ ഡെഡ് ലോഡ് ലൈവ് ലോഡും കണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയ 1.5 നമ്മൾ ആഡ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഒത്തിരി ലോഡ് കോമ്പിനേഷൻസ് നമ്മുടെ കോഡിൽ പറയുന്നുണ്ട്. നമുക്ക് മിനിമം ഒരു 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്നുള്ള കോമ്പിനേഷനിൽ വേണം നമ്മൾ ഇതിന്റെ ലോഡ് മൊത്തം അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നമുക്ക് ഈ പറഞ്ഞ ആദ്യത്തെ ലോഡ് കേസ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. അതിൽ ലോഡ് ഡിഫൈൻ കോമ്പിനേഷൻസ് എടുക്കുക. ഓക്കെ, അതിൽ നമുക്ക് ഡെഡ് ലോഡ് ലൈവ് ലോഡ് നമുക്കുണ്ട്, നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട് അല്ലേ. നമുക്കതിൽ 1.5 എന്ന് പറഞ്ഞ ഫാക്ടർ കൊടുത്തതിന് ശേഷം ഇത് രണ്ടും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന രീതിയിൽ ഇരിക്കട്ടെ നമ്മുടെ ലോഡ് കോമ്പിനേഷൻ. ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ ഓട്ടോ ലോഡ് കോമ്പിനേഷൻ ഓപ്ഷൻ കിട്ടും കേട്ടോ. ഓട്ടോ ലോഡ് കോമ്പിനേഷൻ എടുത്തിട്ട് ഇന്ത്യൻ കോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ലോഡ്സ് കൊടുത്താൽ ഇതൊക്കെ ലോഡ് കോമ്പിനേഷൻസ് ആണ്. ഇങ്ങനെ ഇടയുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. തൽക്കാലം ഞാൻ ഡിഫൈൻ ഇത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ് 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറയുന്ന ലോഡ് കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലായിരിക്കും അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെന്യൂമൻ ഡയഗ്രം ഒക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഞാനത് ആഡ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി അത് ആഡ് ആയി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ലോഡ്സ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ അനാലിസിസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അനാലിസിസ് ആൻഡ് പ്രിന്റ് എടുക്കുക. ഓൾ എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒന്ന് ആഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ച് പോകുന്നുണ്ട്. ഞാൻ ആഡ് കൊടുത്തു. അതിന് ശേഷം അനാലിസിസിൽ ഈ പറഞ്ഞ അനാലിസിസിൽ റൺ അനാലിസിസ് കൊടുക്കുകയാണ്. ഒരു സേവ് ചോദിക്കും, സേവ് ചെയ്തേക്കാം. ഇതേ അനാലിസിസ് നടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് 0 എറർ 0 വാർണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള എറർ വാർണിംഗ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഫയൽ ടിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൽ എന്താണ് എറർ വാർണിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അത് ജനറേറ്റ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. നമുക്കിത് ഗോ ടു പോസ്റ്റ് പ്രോസസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, അനാലിസിസ് കഴിഞ്ഞു. നമുക്ക് ഈ പറയുന്ന ഡെഡ് ലോഡ് ലൈവ് ലോഡ് കോമ്പിനേഷൻ നമുക്കിവിടെ വെച്ചിട്ടുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെന്യൂമൻ ഡയഗ്രം ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഡിഫ്ലക്ഷൻ ഏറ്റവും ആദ്യം കാണുന്ന ഡിഫ്ലക്ഷൻ ആണ്. ഇതേ കണ്ടോ, ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺട്രോൾ അമർത്തിപ്പിടി തിരിച്ചു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻസ് വരുന്നതായിട്ട് കാണാം. കണ്ടോ, കൺട്രോൾ അമർത്തി പിടിച്ചൊന്ന് സ്ക്രോൾ ബട്ടൺ അമർത്തി മതി. ഡിഫ്ലക്ഷൻസ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ മൊമെന്റ് സെഡിലായിരിക്കും മൊമെന്റ് ഉണ്ടാവുക, ബീംസിലും മൊമെന്റ് ഉണ്ടാവും. ബെന്യൂമൻ ഡയഗ്രം അറിയാലോ നമുക്ക് ഇത് കൺട്രോൾ അമർത്തി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആ സാഗിങ് ഒക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. ബെന്യൂമൻ ഡയഗ്രം വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വലി ഇങ്ങനെ കോമൺ ആയിട്ട് നോക്കാൻ പറ്റില്ല. ദെൻ MY, ദെൻ ഷിയർ ഫോഴ്സ് FYയും FZ ഉണ്ട്. മിക്കവാറും ഷിയർ ഫോഴ്സ് FYയിലും FZയിലും കിടക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഇതേപോലെ തന്നെ കൺട്രോൾ അമർത്തി തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. FY ആയിരിക്കും ജനറലി ഈ ഷിയർ ഫോഴ്സ് കിടക്കുന്നുണ്ടാവുക. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെമ്പറിലുള്ള ഷിയർ ഫോഴ്സ് കാണാം.
ഓക്കെ. ലോഡ് ഒരുപാടായതുകൊണ്ട് ഹാങ് ആവാൻ സാധ്യതയില്ല. ആക്സിൽ ലോഡ് FX എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമുക്ക് കോളംസ് ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആക്സിൽ ലോഡ് വേണം മാനുവൽ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവർക്ക് വേണമെങ്കിൽ ഓരോ ബീമുകളും ബീം സെലക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇതിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലിത് ഈ പറയുന്ന സെക്ഷനിൽ ഡിഫ്ലക്ഷൻ, ഷിയർ ഇത് മൊത്തം കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ ബെൻഡിങ് ഇൻ സെറ്റ് ഡയറക്ഷൻ വേണമെങ്കിൽ ബെൻഡിങ് ഇൻ സെറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ലോഡ് കേസ് നമുക്ക് ഒക്കെ കോമ്പിനേഷന്റെ വാല്യൂ എടുത്തോളൂ കേട്ടോ. അതേ കണ്ടോ, കോമ്പിനേഷന്റെ വാല്യൂ വേണം എടുക്കാനായിട്ട്. ബെൻഡിങ് ഡയഗ്രൊക്കെ ഇങ്ങനെ കാണാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓരോ മെമ്പർ വൈസ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ. ഇതിൽ ഷിയർ കാണണമെങ്കിൽ ഷിയറിന്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് ഡയഗ്രം ഒക്കെ ഇതിൽ ഇൻഡിവിജ്വലി കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈൻ ഫേസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസൈനിന്റെ സെക്ഷൻ കിടക്കാണ്. മോഡലിംഗിലേക്ക് പോയതിനു ശേഷം നമ്മൾ വീണ്ടും അതിൽ ഡിസൈൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ഫേസ് ആണ്. അനാലിസിസ് പാർട്ട് കഴിഞ്ഞു, നമ്മൾ ഡിസൈൻ ചെയ്യാണ്. അതിനുവേണ്ടി ഡിസൈൻ എന്നുള്ള ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കോൺക്രീറ്റ് ആണ് നമ്മുടെ ബിൽഡിംഗ്, അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിൽ നമുക്ക് കോഡ്, നമുക്ക് 2-3 ചെറിയ പ്രൊസീജിയറുകളോട്ടോ ഈ ഡിസൈനിങ്ങിന്. അത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തരാം. അതുപോലെ തന്നെ കാണാതെ പഠിച്ച് ചെയ്താൽ മതി, കുഴപ്പമില്ല. IS 456 കോഡാണ് നമ്മൾ ഡിസൈൻ ഉപയോഗിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അതിന് ശേഷം നമ്മൾ 3 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്: സെലക്ട് പാരാമീറ്റേഴ്സ്, ഡിഫൈൻ പാരാമീറ്റേഴ്സ് ആൻഡ് കമാൻഡ്സ്. സോ നമ്മൾ സെലക്ട് പാരാമീറ്റേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒത്തിരി പാരാമീറ്റേഴ്സ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എത്രയാണ് കംപ്രസീവ് സ്ട്രെങ്ത് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റിന്റെ, പിന്നെ ഈ സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെങ്ത് എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ മതി. ഇപ്പൊ ഈ പറയുന്ന സെലക്ടഡ് പാരാമീറ്റേഴ്സിലെല്ലാം വേണ്ട, നമ്മളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ FC കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് നമുക്കിത് FI മെയിൻ ആവശ്യമുണ്ട്, നമ്മൾ കൊടുക്കാണ്. ദെൻ FI നമുക്ക് സെക്കൻഡറി നമുക്ക് ആവശ്യമുണ്ട്. FI സെക്കൻഡറി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറയുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രമായിട്ട് കൊടുത്താലും മതി. മാക്സിമം റെയിൻഫോഴ്സ്മെന്റ് ഡയാമീറ്റർ കൊടുക്കാം, മിനിമം സെക്കൻഡറിയുടെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മിനിമം ഇത് കൊടുക്കണം, മിനിമം സെക്കൻഡറി കൊടുക്കണം. ദെൻ ടേക്ക് ഓഫ് എന്ന് പറയാം, ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ട്രാക്ക് പാരാമീറ്റർ, അത് നമുക്ക് കൊടുക്കുക. മൊത്തം 7 കാര്യങ്ങൾ മിനിമം വേണ്ടത്, അത് കൊടുത്തെന്ന് ഉറപ്പ് വരുത്താം. അപ്പൊ FC കംപ്രസീവ് സ്ട്രെങ്ത്, FI മെയിൻ എന്നുള്ളത് വേണം, ദെൻ മാക്സിമം മെയിൻ എന്നുള്ളത് വേണം, മാക്സ് സെക്കൻഡറി, മിനിമം മെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മിനിമം സെക്കൻഡറി, ദെൻ ട്രാക്ക്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കാം. മിനിമം ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം, ബാക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അതൊന്നും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, ടൈം വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള മിനിമം ഉള്ള 7 കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ വാല്യൂസ് കൊടുക്കണം. അതിനുവേണ്ടി ഡിഫൈൻ പാരാമീറ്റർ എടുത്തുകൊണ്ട് ഇതിന്റെ വാല്യൂസ് കൊടുക്കാം. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഒന്ന് വേണേൽ മാറ്റി കൊടുക്കാം. നമുക്ക് നമ്മുടെ യൂണിറ്റ് കിടക്കുന്നത് ടൂൾസിൽ നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻപുട്ട് യൂണിറ്റിൽ നമുക്ക് വേണമെങ്കിൽ അത് മീറ്ററും ഇതും വേണമെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ടൂൾസിൽ ഇതിൽ മില്ലിമീറ്ററും അതുപോലെ തന്നെ ന്യൂട്ടനുമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇൻപുട്ട് യൂണിറ്റിൽ. എന്തിനാണെന്ന് ഇപ്പോൾ അടുത്ത് കൊടുക്കുമ്പോൾ മനസ്സിലാവും. ഡിഫൈൻ പാരാമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് FC 25 കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ 25,000 കൊടുക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ഞാൻ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm² മാറ്റിയത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാതെ ഇരിക്കുന്ന ടൂൾസിൽ നമുക്കിത് ഈ പറയുന്ന ഇൻപുട്ട് യൂണിറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് മീറ്ററും കിലോ ന്യൂട്ടൺ ആയിരുന്നു, ഞാനത് മാറ്റി മില്ലിമീറ്ററും ന്യൂട്ടൺ ആക്കി. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ mm² ആണല്ലോ നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ പറയാറ്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തേട്ടോ. ഓക്കെ, അപ്പോൾ ഡിഫൈൻ പാരാമീറ്റർ എടുത്തതിന് ശേഷം FCയിലൂടെ നമ്മൾ 25 കൊടുക്കുക. നമ്മുടെ 25 ആണോ കംപ്രസീവ് സ്ട്രെങ്ത് എങ്കിൽ 25 കൊടുക്കുക. കോൺക്രീറ്റിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേഡ്. ഓക്കെ, ഇനി എല്ലാ കിലോമീറ്റർ പെർ മീറ്റർ ആണ്, നമുക്കൊന്നുമില്ല, 3 0 കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുത്തു മാത്രം. ഓക്കെ, യൂണിറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ കൊടുത്തു. ഇനി സ്റ്റീലിന്റെ നമുക്ക് ഇത്ര 415 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കൊടുത്തു യൂണിറ്റ് ന്യൂട്ടൺ പെർ mm² ആണ് കേട്ടോ. ഇനി ഇവിടെ കിലോ ന്യൂട്ടൺ ആണ് പേടിക്കുന്നത് വേണ്ട, ഇൻറ്റു നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 3 0 ആഡ് ചെയ്താൽ മതി. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ m² ആണെങ്കിൽ. ഇനി മാക്സിമം റെയിൻഫോഴ്സ്മെന്റ് നമുക്കൊരു 20ന്റെ റെയിൻഫോഴ്സ്മെന്റ് വരെ ആവാമെന്ന് കൊടുക്കാം. ഈ സെക്കൻഡറി റെയിൻഫോഴ്സ്മെന്റ് ഒരു 16 mm വരെ സൈസുള്ളത് കൊടുക്കാം. പിന്നെ മിനിമം സൈസ് മെയിൻ റെയിൻഫോഴ്സ്മെന്റ് വേണമെങ്കിൽ നമുക്കൊരു 10 12 കൊടുക്കാം. ദെൻ സെക്കൻഡറി ഓൾറെഡി 8 ആണ് കിടക്കുന്നത്, അവിടെ കിടന്നോട്ടെ. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു മിനിമം നമുക്ക് ഇത്ര വരെ ആവാം എന്നുള്ളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. മെയിൻ റെയിൻഫോഴ്സ്മെന്റ് ഇത്ര സൈസിൽ വരെ ആവാം, 25 എനിക്ക് വേണ്ട, 20 വരെ ലിമിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 25 വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സ്റ്റീലിന്റെ എണ്ണം കൂട്ടിയിട്ട് അത് മാനേജബിൾ ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്തോളും. ദെൻ
ഇതൊക്കെ നമുക്ക് എന്ത് വേണം ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ FC കംപ്രസീവ് സ്ട്രെങ്ത് 25 ടൈപ്പ് ചെയ്ത് ഞാൻ ആഡ് കൊടുത്തു. ദെൻ FI മിനിമം 415 കൊടുത്തതിന് ശേഷം ആഡ് കൊടുത്തു. ദെൻ മിനിമം മാക്സിമം റെയിൻഫോഴ്സ്മെന്റ് 20 mm വരെ ആവാന്ന് കൊണ്ട് ഞാൻ ആഡ് കൊടുത്തു. ദെൻ മാക്സിമം സെക്കൻഡറി 16 mm വരെ ആവാന്ന് കൊണ്ട് ഞാൻ ഇത് കൊടുത്തു. മിനിമം മെയിൻ റെയിൻഫോഴ്സ്മെന്റ് 12 വരെ ആവാന്ന് കൊണ്ട് ഞാൻ ആഡ് കൊടുത്തു. സെക്കൻഡറി നമുക്ക് 8 വരെ ആവാന്ന് കൊണ്ട് ഞാൻ ആഡ് കൊടുത്തു. ട്രാക്ക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ഏറ്റവും ആദ്യത്തെ ഓക്കെ ബീം ആൻഡ് കോളം ഡിസൈൻ ഓൺലി മിനിമം ഡീറ്റെയിൽസ് പ്രിന്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടെ ക്വസ്റ്റ്യൻ മാർക്ക് ആയി കിടക്കുന്നതുകൊണ്ട് എന്ത് വേണം, എല്ലാം നമുക്ക് അസൈൻ ടു വ്യൂ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോന്നും സെലക്ട് ചെയ്തിട്ടും അസൈൻ ടു വ്യൂ കംപ്ലീറ്റ്ലിക്ക് അസൈൻ ചെയ്തോളൂ. ഒന്നും വേറെ ചിന്തിക്കാൻ നിൽക്കണ്ട. അസൈൻ ടു വ്യൂ കൊടുക്കുക. ഇനി കംപ്രസീവ് സ്ട്രെങ്ത് മാറ്റി കൊടുക്കണേ അങ്ങനെ സെലക്റ്റീവായിട്ട് കൊടുക്കട്ടെ, അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. വളരെ അഡ്വാൻസ്ഡ് ആയി ചെയ്യുന്നവർക്ക് മാത്രമേ അത്രത്തിൽ ചിന്തിക്കണ്ടോ. നമ്മുടെ ഡിസൈൻ ഒന്നും കൂടി ഫൈൻ ആക്കി എടുക്കാൻ അതൊക്കെ സഹായിക്കുന്ന അറിയാം. ഇപ്പം നമ്മളൊരു കോമൺ സ്റ്റഡി പർപ്പസ് ആയതുകൊണ്ട് ഞാൻ അസൈൻ ടു വ്യൂ കൊടുക്കുകയാണ്. ബീമിനും കോളത്തിനൊക്കെ ഒരുപോലെ അസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളത്തിന് മാത്രം മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കേണ്ട കമാൻഡ്സ് ആണ്. കമാൻഡ്സ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ബീം ഡിസൈൻ നമുക്ക് വേണം, കോളത്തിന് ഡിസൈൻ വേണം, ആഡ് കൊടുക്കുന്നു, ടേക്ക് ഓഫ് വേണം. ഈ 3 കാര്യങ്ങൾ ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ ആഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ടേക്ക് ഓഫ് ഓൾറെഡി എടുത്തോളും. നമുക്ക് അതിൽ ബീമും അതുപോലെ തന്നെ കോളത്തിന്റെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ഓഫ് ബീം എടുക്കുക. നമുക്കറിയാം സെലക്റ്റില് ബീംസ് മാത്രം സെലക്ട് ചെയ്യാൻ പാരലൽ ടു എക്സും സെലക്റ്റില് ബീംസ് പാരലൽ ടു സെഡ് എന്നുള്ളതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അസൈൻ ടു സെലക്റ്റഡ് ബീംസ് കൊടുത്താൽ ബീം ഡിസൈനിന്റെ കാര്യങ്ങളായിരിക്കും പോയി. കോളം ഡിസൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം സെലക്റ്റില് നമുക്ക് ബീംസ് പാരലൽ ടു Y എന്നുള്ളത് സെലക്ട് ചെയ്യുക. അസൈൻ ടു സെലക്റ്റഡ് ബീംസ് അസൈൻ കൊടുക്കുക. അപ്പോൾ അത് അസൈൻ ആയി. നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു. ഇനി നമുക്ക് അനാലിസിസ് പ്രിന്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൊടുക്കുക. അത് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ അനാലിസിസിൽ റൺ അനാലിസിസ് കൊടുക്കുക. നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡിസൈനിങ്ങിൻ്റെ സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് വാർണിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് രണ്ടാമത് വീണ്ടും ഞാനത് പറഞ്ഞു പോയെങ്കിലും അനാലിസിസ് പ്രിന്റ് രണ്ടാമത് കൊടുക്കണമെന്നില്ല. നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, അത് ആദ്യം കൊടുത്തതിൽ തന്നെ അത് പൊക്കോളും, അതിൽ അസൈൻ ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് ഫയൽ എടുത്തുകൊണ്ട് വേണമെങ്കിൽ വാർണിംഗ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എന്താണ് വാർണിങ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും. ഔട്ട്പുട്ട് ഫയൽ ഒത്തിരി വലുതാണ്, കാരണം ഇത് വലിയൊരു ബിൽഡിങ്ങിൻ്റെ ആയതുകൊണ്ടാണ് ഒത്തിരി വലുത് വരുന്നത്. ചെറിയ ബിൽഡിങ്സിനും അങ്ങനെ വരത്തില്ല. എന്നാലും വാർണിങ്സ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അത് വീണ്ടും ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. വാർണിങ്സിൻ്റെ അടുത്ത് ലെങ്ത് ഓഫ് ഡെപ്ത് റേഷ്യോ, വാർണിംഗ് ലെങ്ത് ടു ഡെപ്ത് റേഷ്യോ ഫോർ മെമ്പർ, അത് നമുക്ക് നമ്മൾ കൊടുത്തുള്ള പ്രോപ്പർട്ടീസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ആ വാർണിങ്സ് അത് മാറിക്കിട്ടും. സോ ഇതാണ് നമ്മുടെ ഡിസൈനിങ്ങിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രൊസീജിയർ. നമുക്കിതിൽ ഓരോ മെമ്പറും ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സാധനം കൂടി ആഡ് ചെയ്ത് മറ്റേത് ഡിഫ്ലക്ഷൻ വരെയായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ഡിസൈൻ എന്നുള്ള ടാബ് വന്നിട്ടുണ്ട്. അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഇൻഡിവിജ്വൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബിൽഡിങ്സിൻ്റെ ഒരു മൾട്ടി-സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ് ആൻഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മൾ ഡിസൈൻ പാർട്ട് വരെയുള്ള സ്റ്റെപ്പ്. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ലോഡ് നമ്മൾ കുറേ ലോഡുകൾ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വിൻഡ് ലോഡ് എല്ലായിടത്തും ലോഡൊക്കെ അടുത്ത സെക്ഷനായിട്ട് ഇൻഡിവിജ്വലി പറയാം, അല്ലെങ്കിൽ അത്രയും ലെങ്തി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഫിക്സിറ്റി, ഇനി അഡീഷണലി ചിലപ്പോൾ സ്റ്റെയർ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റെയറിന്റെ ലോഡിംഗ് ഒക്കെ വേറെയാണ്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. ഈ ലോഡ് കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. കാരണം പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് ആലോചിച്ചിട്ടാണ് കൊടുക്കുക. ഇതുപോലെ ജനറൽ ആയിട്ടുള്ള കൊടുക്കുക. പിന്നെ പൊതുവേ സ്റ്റാഡിൽ അങ്ങനെ ഡിസൈൻസ് ആരും റെക്കമെൻഡബിൾ അല്ല, എല്ലാവരും മാനുവലാണ് ചെയ്യാറ്. എന്നാലും സ്റ്റാഡിലും ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ബിടെക്കും അതുപോലെ ഡിപ്ലോമ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു ബേസ് ആക്കി സ്റ്റഡി പർപ്പസിന് എടുക്കാൻ പറ്റുന്ന ഒരു ട്യൂട്ടോറിയലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കുന്ന ഡിപ്ലോമ അതുപോലെ തന്നെ ബിടെക് അല്ലെങ്കിൽ എംടെക് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഇതിന്റെ ബേസിക് ട്യൂട്ടോറിയൽ പഠിച്ചതിന് ശേഷം അഡ്വാൻസ്ഡ് ആയിട്ട് സ്വയം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ. താങ്ക് യു.